തൃപ്പൂണിത്തുറയിൽ 2016 തോൽവിക്ക് കാരണമായത് അന്നത്തെ KPCC അധ്യക്ഷൻ VM സുധീരന്റെ നിലപാടുകൾ കൂടിയാണെന്ന് കെ ബാബു MLA. തന്റെ സ്ഥാനാർത്ഥിത്വം അനാവശ്യമായി വൈകിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ തുടർഭരണ സാധ്യതകൾക്കും തിരിച്ചടിയുണ്ടായി. അതിന്റെ കാരണങ്ങൾ ജനങ്ങൾക്ക് അറിയാമെന്നും കെ ബാബു മനോരമ ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കേണ്ട കാര്യമില്ലെന്നും അത് തെറ്റായ കീഴ്വഴക്കമാണെന്നും കെ ബാബു പറഞ്ഞു. പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ നേതാക്കളുടെ നിഘണ്ടുവിൽ ഇല്ലാത്തൊരു വാക്കാണ് മതി, നിർത്താം എന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് തന്നെ വളരെ ദുഷ്കരമാണ്. പക്ഷേ കെ ബാബു എന്ന തൃപ്പൂണിത്തുറയിൽ നിന്ന് 6 തവണ വിജയിച്ച 30 വർഷം കേരള നിയമസഭയുടെ അംഗമായിരുന്ന ഒരു വ്യക്തി ആ തീരുമാനമെടുത്തിരിക്കുകയാണ്. പാർലമെന്ററി കരിയറിനോട് ഇനിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആ തീരുമാനമെടുത്തു മതി എന്ന് പറയുന്നത്? അല്ല, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ തീരുമാനം പ്രഖ്യാപിച്ചത്. എനിക്ക് മുൻകാലങ്ങളിലെ പോലെ ജനങ്ങളോടൊപ്പം ഓടി നടന്ന് പ്രവർത്തിക്കാനുള്ള ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായി. കോവിഡിന് ശേഷം ഉണ്ടായതാണ്. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു, അങ്ങനെ ഒരു ജനങ്ങൾക്ക് ഭാരം പോലെ പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉമ്മൻചാണ്ടി ഏറ്റവും അടുത്ത ആൾ, ഏറ്റവും ഉറച്ച നിന്ന വ്യക്തി, കൂടെ നിന്ന വ്യക്തി, താങ്കളും അതുപോലെ തന്നെ. ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഇത് ഇപ്പോൾ ഇല്ല, ഓർമ്മ മാത്രമാണ്. അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളുകളിൽ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ആൾ ഞാനായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു 2-3 പേര് പറഞ്ഞാൽ ഒരാൾ ഞാനായിരിക്കും. എനിക്ക് 2016-ലും 2021-ലും പാർട്ടി സീറ്റ് നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ആദ്യം അത്തരം കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. പക്ഷേ അന്ന് 2016-ൽ ഉമ്മൻചാണ്ടി ഒരു നിലപാടെടുത്തു. എനിക്ക് സീറ്റില്ലെങ്കിൽ അദ്ദേഹവും മത്സരിക്കില്ല എന്ന് പറഞ്ഞു. അത്രയും എക്സ്ട്രീം നിലപാടെടുത്ത് എന്നെ പിന്തുണച്ച ഒരു നേതാവാണ് അദ്ദേഹം. 2016-ൽ ഒരുപക്ഷെ അങ്ങനെ ഒരു എതിർപ്പ് ഉയർത്തിയത് VM സുധീരൻ അതങ്ങ് പ്രതീക്ഷിച്ചിരുന്നു? കാരണം പ്രത്യേകിച്ച് ഒരുപാട് വർഷത്തെ ബന്ധം അദ്ദേഹവുമായിട്ടും ഉണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾക്കെല്ലാം സീറ്റ് തരാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുത്തു. എൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരുപാട് ദിവസം വെച്ച് വൈകിച്ച് ഒരുപാട് അനാവശ്യമായ ചർച്ചകൾക്ക് ഇടം കൊടുത്തു. അന്ന് ഞാൻ തോറ്റതിൽ ഒരു ഘടകം അതുകൂടിയാണ്. പല ഘടകങ്ങളുണ്ട്, അതിൽ ഒരു ഘടകം അതുകൂടിയാണ്. എനിക്ക് മാത്രമല്ല, വേറെ 4-5 പേർക്ക്, KC ജോസഫ്, ബെന്നി ബെഹനാൻ, ഡൊമിനിക് പ്രസന്റേഷൻ, ഞങ്ങൾക്ക് ആ സീറ്റ് തരാൻ പാടില്ല എന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തു. എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. ഇപ്പോഴും പിടിയിട്ടില്ല. അല്ല, പക്ഷേ അങ്ങനെ ഒരു നിലപാട് വരികയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രത്യേകിച്ച് അങ്ങയുടെ കോടതി പോലും അന്ന് സ്റ്റേ ചെയ്ത് വീണ്ടും മന്ത്രിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തത് സർക്കാരിൻ്റെ, അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒരു തുടർഭരണ സാധ്യതകൾക്ക് തിരിച്ചടിയാക്കി. അത് കേരളം ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം എന്തുകൊണ്ടാണ് തുടർഭരണം ഇല്ലാതെ പോയതെന്നുള്ള എല്ലാവർക്കും അറിയാം. ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നു തുടർഭരണം ഉണ്ടാകുന്നു. അത്രയും നന്നായി ജനങ്ങൾ വികസന കാര്യങ്ങളിലും ക്ഷേമകാര്യങ്ങളിലും ഒക്കെ പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ്റാണ്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. സിറ്റിംഗ് MPമാർ മത്സരിക്കാൻ പലരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. വേണോ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ശരിയല്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് അനുവാദം കൊടുത്താൽ അനവധി പേർക്ക് അനുവാദം കൊടുക്കേണ്ടി വരും. സനകൻ വേണുഗോപാൽ ചേർന്ന് വിശദാംശങ്ങളുമായി. സനകൻ, 3.5 പതിറ്റാണ്ടത്തെ രാഷ്ട്രീയത്തിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ VM സുധീരനെ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ വെളിപ്പെടുത്തലാണ് കെ ബാബു നടത്തുന്നത്? തീർച്ചയായും പാർലമെന്ററി കരിയർ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം മടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ വളരെ പേറിട്ട ഒരു ദിവസമാണ്. കാരണം 3.5 പതിറ്റാണ്ട് മുമ്പ് 91-ൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഒരു MLA ആയി വന്ന് അത് ഇങ്ങനെ തുടരുകയായിരുന്നു. ഒരു തവണ തോറ്റതൊഴിച്ചാൽ ബാക്കി 30 വർഷം അദ്ദേഹം MLA ആയി, തൃപ്പൂണിത്തുറ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ 2016-ലെ ആ പ്രസിദ്ധമായ തോൽവിയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഇന്ന് മനോരമ ന്യൂസിനോട് സംസാരിച്ചപ്പോൾ മനസ്സ് തുറന്നത്. അതിൽ അന്നത്തെ പ്രധാനപ്പെട്ട വിഷയം VM സുധീരൻ അന്നത്തെ കടുത്ത നിലപാട്, സീറ്റ് നൽകില്ല എന്ന നിലപാട്, പിന്നീട് സീറ്റ് തീരുമാനമെടുക്കുന്നതിൽ വൈകിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം, അതുപോലെ തന്നെ അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് എടുക്കേണ്ടി വന്ന കടുത്ത നിലപാട്, ഇതൊക്കെ തന്നെ തന്റെ തോൽവിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്, തോൽവിയുടെ ഒരു ഘടകമായി മാറി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. VM സുധീരന്റെ ആ കടുത്ത നിലപാട് തന്നോട് മാത്രമായിരുന്നില്ല, ഡൊമിനിക് പ്രസന്റേഷനോടും അതുപോലെ തന്നെ ബെന്നി ബെഹനാനോടും KC ജോസഫിനോടും അതേ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ കെ ബാബു വെളിപ്പെടുത്തുകയാണ്.
മാത്രമല്ല ഇങ്ങനെ ഇപ്പോൾ വീണ്ടും ഒരു ഒരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള UDF ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഘട്ടത്തിൽ അന്നത്തെ ആ VM സുധീരന്റെ നിലപാടും അതുപോലെ തന്നെ പാർട്ടിയുടെ സർക്കാരുമായിട്ടുള്ള ചേർച്ചയില്ലായ്മയൊക്കെ പഠന വിഷയമാക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരുമിച്ച് പാർട്ടിയും സർക്കാരും മുന്നോട്ട് പോയാൽ മാത്രമേ അത് ഗുണകരമാകൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അന്നത്തെ തുടർഭരണ സാധ്യതകൾക്ക് തല്ലിക്കെടുത്തിയത് പോലും VM സുധീരന്റെ അന്നത്തെ കടുത്ത നിലപാടുകളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രത്യേകിച്ച് അന്നത്തെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഒപ്പം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ MP മാർ മത്സരിക്കേണ്ട എന്നുള്ള നിലപാട് കൂടി പരസ്യമാക്കിയിരിക്കുകയാണ് കെ ബാബു. ശരി, അവസാനത്തെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിറങ്ങി വരുമ്പോഴാണ് അസംഗൻ വേണുഗോപാലിനോട് സംസാരിക്കുകയും ഈ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരിക്കുന്നത്.